പുതിയ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബിൻ അമീർ അഹമ്മദ് അൽ മഗ്രിബിന്റെ ബിൻ അമീർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ബോക്സ് ഇങ്ങനെ വരുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ബിൻ ഷെയ്ക്ക് രണ്ടാണ് കേട്ടോ. ബിൻ ഷെയ്ക്കിന്റെ ഞാൻ ഈ ബോട്ടിൽ എടുക്കാനുള്ള കാരണം വെച്ചാൽ ഇതിന്റെ വ്യത്യാസം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്ന് എഴുതിയിട്ടാണ്. ഓപ്പണിങ് ഇങ്ങനെയാണ് കണ്ടോ, നമ്മളെ ബിൻ ഷെയ്ക്ക് വന്ന പോലെ തന്നെയാണ്. ജ്യൂസിന്റെ കളറിൽ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്. ബോട്ടിലൊക്കെ സെയിം ബോട്ടിൽ അവർ എഴുതിയിട്ടുണ്ട് രണ്ടിമ്മലും ജ്യൂസിന്റെ കളർ ചെറിയ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. ഉണ്ടാവും, രണ്ട് ഡിഫറൻറ്റ് ഉണ്ട്. ഇതിനെ നീഡിൽ നമ്മൾ അവിടെ അയച്ചു വെച്ചാട്ടോ. ഇത് ഇത്തിരി ഡാർക്കുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇത്തിരി മൈൽഡാണ്. പക്ഷെ ഇതിന് നമുക്കൊരു ഊത് കാറ്റഗറിക്ക് നമുക്ക് മാറ്റൽ നിർബന്ധമാണ്. കാരണം ഊതിന്റെ സ്മെല്ല് എങ്ങനെയാണോ വരിക ആ ഒരു ഫ്രാഗ്രൻസ് ഊതിന്റെ സ്മെല്ലൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് പിന്നെ പക്ക ഊത് തന്നെയാണ്. ഇതിലുള്ളത് ഒരു ഡാർക്ക് ഊതാണെങ്കിൽ ഇതൊരു ലൈറ്റ് ഊത്, ഇതിലൊരു ആംബർ ഊതാണ് ഇത് കാര്യമായി നമുക്ക് ഇതിന് ബിൻ അമീറിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അതിന്റെ സ്മെല്ല് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബോഡിയിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്തിട്ടിരുന്നു. ഞാൻ രാവിലെ പള്ളിയിൽ പോകേണ്ട മുന്നേ ബാത്തിങ് കഴിഞ്ഞ് ചെറിയൊരു സ്മെല്ല് ഇവിടെ അങ്ങനെ ഏകദേശം ഒരു 4-5 മണിക്കൂറിന്റെ മുകളിലായില്ലേ. ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ, വലിയൊരു ലാസ്റ്റിങ് നമുക്ക് ഇതിൽ പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. നമ്മൾ റിവ്യൂ പറയുന്ന ആളാണ്, അല്ലാതെ നെഗറ്റീവ്സ് ആയിക്കാണെങ്കിൽ ഒരാളും കാണരുത്. ഞാൻ ജസ്റ്റ് ഇതിന്റെ റിവ്യൂ പറയുന്നത് മാത്രം. എനിക്ക് ഇഷ്ടപ്പെട്ട അഹമ്മദിന്റെ പ്രൊഡക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ബ്ലൂ എന്താണ് ഹെറിസ് ബ്ലൂ എന്നോ അങ്ങനെ ഏതൊരു ബ്ലൂ ഉണ്ട്, എന്തായിരുന്നു അസർ ബ്ലൂ എന്ന് പറഞ്ഞ പെർഫ്യൂമാണോ സംശയമുണ്ട്. എനിക്ക് ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടമായി എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ബിദിനിസം ഇഷ്ടമായി, ഉദാൻഡോസസ് ഇഷ്ടമായി. കാരണം എൻ്റെ നോട്ട് അതാണ് പോണത്. എനിക്ക് ഇത്ര തന്നെ ഊതിൻ്റെ സ്മെല്ലിനോട് അത്ര തന്നെ ഇല്ല. പക്ഷെ എന്താ നമ്മൾ റിവ്യൂ ചെയ്യുന്നിടത്ത് നമ്മൾ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതല്ലേ, അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത് പോവുകയാണെന്ന് മാത്രം. ഇതൊരു പുതിയ ഒരു ലോഞ്ചിങ് കൂടിയാണ് കേട്ടോ. അവരെ അഹമ്മദ് അൽ മഗ്രിബിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ പരിചയപ്പെടാം. നല്ല അറ്റോമൈസർ, നല്ല ക്വാളിറ്റി കണ്ടില്ലേ. അതെ, ചെറിയതായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പൈത്ത മാങ്ങനെ നോട്ട് എവിടേക്കോ വന്നും പോയി നിൽക്കുന്നുണ്ട്. അതേ ചെറിയ രൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ടോട്ടലി നോക്കുമ്പോൾ ഓപ്പണിങ്ങിൽ ഒരു ഊത്, മിഡിൽ നോട്ടിൽ നല്ലൊരു ആംബർ, ഒരു സ്വീറ്റി, ഒരു ലെതറി, സഡാർ വുഡ്, നമ്മളെ ദഹനലൂതിൻ്റെ ചെറിയൊരു ടച്ച് എവിടേക്കോ, ടബ്രോസിൻ്റെ ആ സ്മെല്ല്, ലാങ്കിൻ്റെ സ്മെല്ല്, ഫ്ലോറൽ ചെറിയ ലാങ്കി, സാൻഡൽ വുഡ്, ഇതൊക്കെയാണ് നമുക്ക് കാറ്റഗറിയിൽ ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ നിൽക്കുന്നത്. ഇതിങ്ങനെ ഈ ഞാൻ പറഞ്ഞ പ്രകാരം അങ്ങനെ ചെറിയതായിട്ട് ചേഞ്ചായി ഇങ്ങനെ വന്നിട്ട് വല്ല പതുക്കെ ഇങ്ങനെ മൈൽഡായി പോവാണ്. പിന്നെ ഒരുപാട് പേർക്കുണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, അല്ല, ഒരു കാരണവശാലും ഒന്നല്ല. അത് ഇത്തിരി ഹൈപ്പ് കൂടിയ ഹൈ പ്രൊജക്ഷൻ പറയാനും ഹൈ പ്രൊജക്ഷൻ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് നമ്മളെ ബിൻ ഷെയ്ക്ക് എന്ന് പറയുന്ന ആ പെർഫ്യൂം. ഇത് അത്ര തന്നെ വലിയൊരു ഹൈപ്പ് വലിയ ഹൈ പ്രൊജക്ഷൻ ഇല്ലാത്ത മൈൽഡ് സ്മെല്ലേക്കാണ് ബിൻ അമീർ എന്ന് പറയുന്ന ഈ ഫ്രാഗ്രൻസ്. രണ്ടും രണ്ടെണ്ണയാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു 5 സംതിങ് പ്രൈസിലാണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഫുൾ ബോട്ടിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഡീക്കൻറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഒറിജിനൽ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പിക്ക് ഒറിജിനൽ ജ്യൂസ് എടുത്ത് കൊടുക്കും. ഈ കുപ്പിയിൽ നിന്ന് ഈ നീഡിൽ വലിച്ചിട്ട് ചെറിയ കുപ്പിക്ക് എടുത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് എങ്ങനെ ഉണ്ട്, ലാസ്റ്റിങ് എങ്ങനെ ഉണ്ട്, പ്രൊജക്ഷൻ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എന്നിട്ട് നമുക്ക് വലിയ ബിഗ് ബോട്ടിൽ പർച്ചേസ് ചെയ്യാനും നിങ്ങൾക്ക് എളുപ്പമാണെന്നുള്ളതാണ്. അതിന് ഏകദേശം ഒരു 800 റുപ്പീസിൻ്റെ അടുത്താണ്. കേരളത്തിനൊരു ഷിപ്പിംഗ് ഫ്രീ ആണ്. ഷിപ്പിംഗ് അടക്കമുള്ള ചാർജ്, ബോട്ടിൽ ഷിപ്പിംഗ് എല്ലാം കൂടിയുള്ള ചാർജാണ് നമ്മളത് പറയാം ഏത് എന്നുള്ളത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് മറ്റേതിനെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ 90 ml തന്നെയാണ് ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രം ഞാൻ ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പിന്നീട് വരാം. അപ്പോൾ ആവശ്യം കോൺടാക്ട് ചെയ്യുന്ന വീഡിയോക്ക് താഴെ നമ്പർ വെക്കുക. ഇതിൻ്റെ മുന്നുള്ള പർച്ചേസിങ് മാക്സിമം നിങ്ങൾ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്തോളി. കാരണം ഇത് നമുക്ക് തിരക്കാവും, കറക്റ്റ് റിപ്ലൈ ആയിക്കൊള്ളുന്നില്ല. ഇനി ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പ് ഏകദേശം ഒരു 9:30 മുതൽ ഷോപ്പ് ഓപ്പൺ ആണ്. 9:30 to രാത്രി 9 മണി വരെ ഷോപ്പ് ഓപ്പൺ ആണ്. മലപ്പുറം ടൗണിൽ നിന്ന് കൊളത്തൂർ പോകുന്ന റൂട്ടിൽ ചെളൂർ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നത് ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീക്കൻ്റെ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ.